ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാനില കേക്ക് ആണ് ചെയ്യുന്നത്. ഒരു വാനില പൈനാപ്പിൾ കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചൊരു പൈനാപ്പിൾ ഫ്ലേവർ കൂടെ കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ കേക്ക് ആണ്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ കേക്ക് ഐസിങ് മാത്രമാണ് കേട്ടോ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഈസി കേക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ബേസായിട്ട് ഉപയോഗിക്കുന്ന വാനില സ്പഞ്ച് കേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാനത് പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. ആ ഉണ്ടാക്കിയിട്ടുള്ള കേക്ക് 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇനി ഇത് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മാക്ടോപ്പിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഈ ക്രീം നമ്മുടെ മുൻപത്തെ കേക്കിൻ്റെ വീഡിയോസിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ വിപ്പിംഗ് ക്രീം എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുത്തിരിക്കുന്ന ക്രീം എടുക്കണം. അതായത് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുത്തിരിക്കുന്ന ക്രീം എടുക്കുക. ഇവിടെ ഇപ്പോൾ ഒരു 1.25 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1.5 കപ്പ് ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും. പിന്നെ ഒരു 1.25 കപ്പാണെങ്കിൽ അത്യാവശ്യം നല്ല ക്രീമോട് കൂടിയിട്ട് ചെയ്യാം. പിന്നെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഒരു മീഡിയം സ്പീഡിൽ അങ്ങ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 4 മിനിറ്റ് ഹൈ സ്പീഡിൽ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീം തന്നെയായിട്ട് കിട്ടും. പിന്നെ ഈ ഒരു മാക്ടോപ്പിൻ്റെ ക്രീമിലേക്ക് നമുക്ക് എക്സ്ട്രാ പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മധുരമൊക്കെ പാകത്തിന് തന്നെ ഉണ്ടായിരിക്കും. അപ്പം ഈ രീതിയിലാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ആദ്യം ആ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം ആക്കി കൊടുക്കുക. നമ്മൾ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. ആദ്യത്തെ പീസ് കേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ പീസ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗമുണ്ടല്ലോ, അതാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ മുകളിൽ ആദ്യം കുറച്ച് ഷുഗർ സിറപ്പ് ആക്കണം. ഷുഗർ സിറപ്പ് അത്യാവശ്യം ആയിക്കോട്ടെ, എന്നാൽ തന്നെ ആയിരിക്കും കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഷുഗർ സിറപ്പ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് തിളപ്പിക്കുന്ന സമയത്ത് ഒരു ചെറിയ പീസ് പട്ട ഉണ്ടല്ലോ, ഗരം മസാലയിലൊക്കെ ഇടുന്ന ഒരു ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കുക. പിന്നെ 2 തുള്ളി വാനില എസൻസ് കൂടി ഇട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കേക്കിന് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഫ്ലേവർ കൂടുതൽ കിട്ടും കേട്ടോ. കേക്കിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ക്വിക്ക് ഐസിങ് ടിപ്പ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ ചെയ്യാൻ സൗകര്യം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. പിന്നെ ക്രീമിൻ്റെ ആ ഒരു കട്ടി തിക്നെസ് നമുക്ക് എത്രത്തോളം ക്രീം കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ചൊരു പൈനാപ്പിൾ ക്രഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് റെഡിമെയ്ഡായിട്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. ശരിക്കും ഈ ഒരു പൈനാപ്പിൾ ക്രഷ് നമ്മളെ വാനില കേക്കിൽ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനത്തെ ഏത് ഫ്ലേവർ വേണമെങ്കിലും കൊടുക്കുക. സ്ട്രോബെറി, പൈനാപ്പിൾ, മാംഗോ ഏത് വേണമെങ്കിലും കൊടുക്കുക. ഇനി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടുക. അങ്ങനെ എന്തെങ്കിലും ചെറിയ ഫില്ലിങ്, അങ്ങനെ നമുക്ക് പല ടൈപ്പിൽ നമ്മൾ കേക്കുകൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ചെയ്യാം. ഈ ഒരു പൈനാപ്പിൾ ക്രഷ് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ചാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള 2 പീസിന് ഇതുപോലെ തന്നെ ചെയ്യുക. അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ഷുഗർ സിറപ്പ് ആക്കുന്ന സമയത്ത് നമ്മൾ കേക്ക് ഇപ്പോൾ ഫ്രഷ് ആയിട്ട് കഴിക്കാനാണെങ്കിൽ ഒരുപാട് സിറപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കുറച്ച് കൂടുതൽ സമയം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാളെയൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പ് കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ കേക്ക് ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്ന പോലെ ഉണ്ടാകും. അപ്പോൾ ക്രീം കൊടുത്തു, പിന്നെ നമ്മൾ പൈനാപ്പിൾ ക്രഷ് കൊടുത്തു, അടുത്ത പീസ് കേക്ക് വെച്ചു. ഏറ്റവും മുകളിലെ പീസ് കേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഷുഗർ സിറപ്പും ക്രീമും മതി. പൈനാപ്പിൾ ക്രഷിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതായത് നമ്മൾ മൊത്തത്തിൽ കവർ ചെയ്തെടുക്കുകയാണ്. പിന്നെ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ കൊടുക്കാനൊക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ക്രീം പെട്ടെന്ന് നല്ല റെഡിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ നല്ലോണം ക്രീം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഫസ്റ്റ് ക്രം കോട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ആദ്യം ഇങ്ങനെ കുറച്ച് ക്രീം ആക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി ക്രീം ചെയ്യുകയാണെങ്കിൽ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ആ കേക്കിൻ്റെ പൊടിയൊന്നും മേലേക്ക് വരുമൊന്നുമില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഐസിങ് ചെയ്യുന്നത് എനിക്ക് അത്ര പെർഫെക്റ്റ് അല്ല, കുറച്ചൊരു ബുദ്ധിമുട്ട്, അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ട് പിന്നെ രണ്ടാമത് ഇതുപോലെ ക്രീം കൊടുത്തിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഷേപ്പ് ആക്കി എടുക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ചെയ്യാം കേട്ടോ. അത് ഓരോരുത്തർക്കും നല്ല ഐഡിയ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. എൻ്റെ ഈ ഒരു ഭാഗം കുറച്ച് വീക്കാണ്. അപ്പോൾ ഇങ്ങനെ നന്നായി ഷേപ്പൊക്കെ ആക്കി എടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് ആ സൈഡിലിരിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തുള്ള ഒരു 1/2 to 1/4 കപ്പിൻ്റെ അടുത്ത് ചോക്ലേറ്റ് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് മെൽട്ടാക്കി എടുക്കണം. ഇതിപ്പോൾ മെൽട്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ചോക്ലേറ്റ് ഓവൻ ഇല്ലാത്ത രീതിയിലൊക്കെ മെൽറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു മഞ്ഞ കളർ കൊടുക്കുന്നുണ്ട്. അതായത് യെല്ലോ ജെൽ കളറാണ് എടുത്തിട്ടുള്ളത്. കളർ വേണ്ട, വൈറ്റ് കളർ തന്നെ മതി എന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ. ഞാൻ കുറച്ചൊരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം.
കളർ നന്നായിട്ട് മിക്സ് ആക്കി എടുത്ത ശേഷം ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫയലിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. കട്ടിയുള്ള എന്തെങ്കിലും ഷീറ്റ് മതി, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ആയാലും മതി, കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ ഒരു കേക്ക് നൈഫ് എന്തെങ്കിലും വെച്ചിട്ട് ഒന്നങ്ങ് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ കേക്ക് സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്നങ്ങ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഈ ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് പകരം ഇതില്ലാത്തവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് 3-4 വര കൊടുത്താലും മതി കേട്ടോ. നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ആ ഒരു നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഇതിപ്പോൾ ഒരു 2 ഷീറ്റിലേക്ക് ഒഴിക്കാനുള്ള ചോക്ലേറ്റ് ഉണ്ട്. ചോക്ലേറ്റ് ഇങ്ങനെ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടി കുറയും വേണ്ട, ഭയങ്കര കട്ടി കൂടുതലും വേണ്ട. ആ ഒരു തിക്നെസ് നമുക്ക് പരത്തുന്ന സമയത്ത് മനസ്സിലാകും. ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ഏത് വലിപ്പത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്രൈപ്പറിൻ്റെ ആ ഒരു ഭാഗം വരുന്നുള്ളൂ, അത് നോക്കുക. നമ്മൾ ആദ്യം വരച്ചത് കുറച്ച് വലുതാണ്, ഇത് കുറച്ച് ചെറുതാണ്. അപ്പോൾ ഇതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. ഇതാണ് എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ നന്നായി തോന്നുന്നത്, ഈ ഒരു വലിപ്പം വരുന്നത്. ഇനി ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ്രീസറിൽ പറ്റുകയാണെങ്കിൽ ഒരു 2 മിനിറ്റ് വെച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ വെക്കുക. പുറത്ത് വെച്ചാലും സെറ്റായി കിട്ടും, കുഴപ്പമില്ല. കുറച്ച് കൂടുതൽ സമയം വെച്ചാൽ മതി, കറക്റ്റായി കിട്ടണം. അല്ലെങ്കിൽ ഫ്രീസറിലൊന്ന് വെച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഫ്രീസറിൽ വെച്ചെടുത്തതാണ്. ഇതുപോലെ നല്ല ഉണങ്ങി കറക്റ്റായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പണി എടുത്തിട്ടുള്ളത്, ഇതുപോലെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആക്കി കൊടുത്താൽ കറക്റ്റ് ആ ഷീറ്റിൽ നിന്ന് വിട്ട് കിട്ടും. ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് എളുപ്പത്തിൽ കിട്ടും, അതാണ്. ഇനി ഇത് ഏത് വലിപ്പത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെറുതാ വലുതൊക്കെ ആയിട്ട് ഇതുപോലെ കുറച്ച് അങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി. സാധാരണ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഇടുന്നുണ്ടല്ലോ ചോക്ലേറ്റ്, അതിന് പകരം വേറൊരു ഭംഗിയിൽ കാണാൻ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ ബോക്സിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. അങ്ങനെ ആവുന്ന സമയത്ത് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് ഒരുപാട് സമയം കളയണ്ടല്ലോ, പെട്ടെന്ന് പരിപാടി തീരും. അപ്പോൾ അങ്ങനെ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്ത് വെക്കാം. റെഡിയാക്കി എടുത്തിട്ടുള്ള ചോക്ലേറ്റ് നമ്മൾ സാധാരണ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ കേക്കിൻ്റെ സൈഡിലും മുകളിലൊക്കെ ഏത് രീതിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്ലവർ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വണ്ണം നോസിലാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഒരു 3-4 പൂവാണ് വരച്ചു കൊടുക്കുന്നത്. മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഓരോ ചെറിയും വെച്ച് കൊടുക്കുന്നുണ്ട് സിമ്പിളായിട്ട്. എന്നിട്ട് നമുക്ക് പേരെന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ഇതുപോലെ എഴുതി കൊടുക്കുക. ഇങ്ങനെ ചോക്ലേറ്റ് വെച്ചിട്ട് പേരെഴുതുന്നൊരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് എപ്പോഴും ഒരു 2-3 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല, എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചെയ്തു വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്